കണ്ണൂരിൽ പ്രതിരോധ വകുപ്പിന്റെ ചുറ്റുമതിൽ നാട്ടുകാർ തകർത്തു. പള്ളിയിലേക്കും സെമിത്തേരിയിലേക്കുമുള്ള പ്രവേശനം തടയും വിധത്തിൽ നിർമ്മിച്ച ചുറ്റുമതിലാണ് നാട്ടുകാർ തകർത്തത്. തുടർന്ന് പോലീസും നാട്ടുകാരും തമ്മിൽ സ്ഥലത്ത് സംഘർഷമുണ്ടായി. കണ്ണൂർ ബർണശ്ശേരിയിലെ പ്രതിരോധ വകുപ്പിന്റെ ഭൂമിയുടെ ചുറ്റുമതിലാണ് നാട്ടുകാർ തകർത്തത്. ഈ ഭൂമിയിലുള്ള ലത്തീൻ സഭയുടെ ഹോളി ട്രിനിറ്റി പള്ളിയിലേക്കും സെമിത്തേരിയിലേക്കുമുള്ള പ്രവേശനം തടസ്സപ്പെടുത്തും വിധം ചുറ്റുമതിൽ നിർമ്മിച്ചതിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. ചുറ്റുമതിൽ ഉയർന്നാൽ പട്ടാളത്തിന്റെ അനുമതിയില്ലാതെ പള്ളിയിൽ പ്രവേശിക്കാനാകില്ലെന്നും ഇതിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്നും നാട്ടുകാർ പറയുന്നു. മിലിറ്ററിക്കാർ പറഞ്ഞത് ഇതേപോലെ നമുക്ക് വഴി വിട്ടുതരാന്ന് പറഞ്ഞിട്ട് ഇവർ ഇതുപോലെ ചെയ്താൽ അതിന്റെ പിറ്റേന്ന് നോക്കുമ്പോൾ ഇവിടെ കല്ല് വെച്ച് കെട്ടിക്കഴിഞ്ഞ് എന്നിട്ട് ഇവിടെ ഒരു ഗേറ്റ് വെക്കും. ഇപ്പൊ അവർ ഉറപ്പ് തരുന്നെന്ന് പറയുന്നത് നമുക്ക് അതിൽ യാതൊരു വിശ്വാസമില്ല. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. വഴി നമുക്ക് വിട്ടുതരണം, നമുക്കൊരു വാഹനം പോണ്ടേ, മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോണ്ടേ, ഇതൊന്നും ഇവര് ചെയ്യാതെ പിന്നെ എന്ത് പരിപാടിയാണ്? പിന്നീട് കെ സുധാകരൻ എത്തിയ ശേഷമാണ് ഇവരെ പിന്തിരിപ്പിച്ചത്. മതിൽ നിർമ്മിക്കാൻ ശ്രമിച്ചാൽ മരണം വരെ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് നാട്ടുകാർ. ഈ വഴി 200 വർഷം പഴക്കമുള്ള വഴിയാണിത്. അപ്പൊ അവര് പറയുന്ന വഴി ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇന്നൊരു ചർച്ച നടന്നു, ഇനി ഇവിടെ വഴി തരുന്നവർ പറയുന്നത് ഇതെല്ലാം ഇനി ഇത് തുടർന്ന് പോകുകയാണെങ്കിൽ ഈ നിൽക്കുന്ന സ്ഥലത്ത് കൂടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, എന്ത് വില കൊടുത്തിട്ടും. ജില്ലാ കളക്ടർ ഇടപെട്ട് മതിൽ നിർമ്മാണം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് ജനങ്ങൾ പിരിഞ്ഞുപോയത്. യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ.